ഡെത്ത് കറന്റ് അധ്യായം 9. ചിലകൾക്കിടയിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ഭാവിച്ച റാൾഫിനെ ബ്ലാക്ക് ഡീമൺ ലോഹപ്പാളികൾ കൊണ്ട് അടിച്ചു വീഴ്ത്തി. റാൾഫ് അത്യുച്ചത്തിൽ അലറി. ബ്ലാക്ക് ഡീമൺ അയാളുടെ കാലുകളിൽ പിടികൂടി മേലോട്ടുയർത്തി. ഇല്ല ഇല്ല! റാൾഫിൻ്റെ ആക്രാന്തനം വീണ്ടും വീണ്ടും ഉയർന്നു. ബ്ലാക്ക് ഡീമൺ റാൾഫിൻ്റെ ശരീരം തൻ്റെ കഴുത്തോളം ഉയർത്തിയ ശേഷം തലകുത്തനെ ശക്തിയായി തറയിലടിച്ചു കുത്തി. ഭയങ്കരമായി പുറപ്പെട്ട ഒരു നിലവിളി ഞെരിഞ്ഞമർന്നു. കഴുത്തും വാരിയല്ലുകളും ഒടിഞ്ഞു നുറുങ്ങുന്ന ശബ്ദം ഷെൽട്ടറുകളിൽ ഇരുന്നവർക്ക് കേൾക്കാമായിരുന്നു. റാൾഫിൻ്റെ ശരീരം അവൻ്റെ കൈകളിൽ തൂങ്ങി 4-5 തവണ വെട്ടിപ്പിടഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ കൈകാലുകൾ ഒന്ന് വലിഞ്ഞു താണു. അതോടെ കഴിഞ്ഞു. അവൻ ഷെൽട്ടറിന് നേരെ നോക്കി ഭയാനകമായി അട്ടഹസിച്ചു. പിന്നെ ചത്ത ഒരെലിയെ എന്ന പോലെ റാൾഫിൻ്റെ ശരീരം ചുമലിലിട്ടുകൊണ്ട് നടന്നുപോയി. കുറേ സമയത്തിന് ശേഷം ചതുപ്പിനരികിൽ നിന്നും അവൻ്റെ വിജയാട്ടഹാസം മുഴങ്ങി. പിന്നെ രാത്രിയുടെ നിശബ്ദതയെ ബാധിച്ചു. ഷെൽട്ടറിൽ കടുത്ത ഒരാഘാതം ഏറ്റിട്ടെന്ന പോലെ ചലനമറ്റിരിക്കുകയായിരുന്നു ഷാൻപിയറും കൂട്ടരും. ചോര മരവിച്ചു കഴിഞ്ഞുവെന്ന് അവർക്ക് തോന്നി. ശ്വാസം വിടാൻ ഭയം, സ്വന്തം നെഞ്ചിടിപ്പിന് ഭയം, കൈകാലുകൾ ഒന്നിളക്കാൻ ഭയം. അറിയാതെ ഷാൻപിയർ റാൾഫിൻ്റെ ഷെൽട്ടറിന് നേർക്ക് നോക്കി. അയാൾ അവിടെയില്ല. അയാൾ ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. പ്രഭാതമായിട്ടും ആരും താഴെ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ഒടിഞ്ഞു വീണ് കിടക്കുന്ന ശിഖരത്തിലേക്കും അതിൻ്റെ സമീപം തളം കെട്ടിയ രക്തപ്പാടുകളിലേക്ക് നോക്കുമ്പോൾ ഉൾക്കിടിലങ്ങളിൽ പരമ്പര ആരംഭിക്കുകയാണ്. വെയിലുദിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ പണിപ്പെട്ട് താഴെ ഇറങ്ങി. റാൾഫിൻ്റെ പങ്ക് മദ്യവും സിഗരറ്റും ടെൻറ്റിലുണ്ടായിരുന്നു എന്ന് നോക്കുകയായിരുന്നു ലക്ഷ്യം. വളരെ കുറച്ച് മാത്രമേ അയാൾക്ക് കിട്ടിയുള്ളൂ. കിഴവനൊരു ധാരാളിയായിരുന്നു. ക്രിസ്റ്റഫർ പിറുപിറുത്തു. ടെൻറ്റിൽ മുഴുവൻ പരതി. കൊള്ളാവുന്നതെല്ലാം കൈക്കലാക്കിയിട്ട് അയാൾ പുൽത്തകടിയിലേക്ക് വേൽക്കാഞ്ഞിരുന്നു. വിശന്നപ്പോൾ സ്റ്റോർ മുറിയിൽ കടന്ന് ഭക്ഷണമെടുത്ത് തിന്നതിന് ശേഷം പുൽത്തകടിയിൽ കിടന്നുറങ്ങി. ഷാൻപിയറും ക്രഫോർഡും താഴെ ഇറങ്ങണമെന്ന് തോന്നിയില്ല. അവരുടെ നായകൻ പോയി. തങ്ങൾ അനാഥ ശിശുക്കളെ പോലെ ആയിരിക്കുന്നു. കഷ്ടപ്പെട്ടാണെങ്കിലും റാൾഫ് തൻ്റെ സംഘാംഗങ്ങളെ തൻ്റെ ഉത്തരവുകൾക്ക് കീഴിൽ ഒന്നിച്ചു നിർത്തിയിരുന്നു. ഒരു സംഘത്തെ സമർത്ഥമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കഴിവും അയാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൃക്ഷങ്ങളിൽ സ്ഥാപിച്ച ഷെൽട്ടറുകൾ കൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ബ്ലാക്ക് ഡീമൺ പരിചയസമ്പന്നനായ ഗൊറില്ലയെപ്പോലെ റാൾഫിൻ്റെ മരത്തിന്മേൽ വലിഞ്ഞു കയറുന്നത് കണ്ടതാണ്. ലോഹപ്പാളിയുമായുള്ള അവൻ്റെ വരവ് സകല കണക്കൂട്ടലുകളും തെറ്റിച്ചു. വശമുണ്ടായിരുന്ന വെടിത്തിരകൾ മുഴുവൻ പാഴായി പോവുകയും ചെയ്തു. ഉച്ചയോടുകൂടി എല്ലാവരും ഷെൽട്ടർ വിട്ട് താഴെ ഇറങ്ങി വന്നു. ആർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. ക്രഫോർഡ് ടെൻറ്റുകളെല്ലാം പരിശോധിച്ച് ഏതാനും വെടിത്തിരകൾ കണ്ടെടുത്തു. ഇനി ഇത് മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്ക് അവശേഷിക്കുന്നത്. ഇതുകൊണ്ടുള്ള രക്ഷ ഇന്നലെ നമ്മൾ കണ്ടതല്ലേ? വാരി പുച്ഛിച്ചു. ഇതെങ്കിലുമില്ലെങ്കിൽ ഒരു ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും മനസ്സിലായില്ല. ബ്ലാക്ക് ഡീമണിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവും കണ്ടില്ല. രക്ഷപ്പെടാനുള്ള പ്രതീക്ഷ നശിച്ചു. രാത്രിയായപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ മരത്തിന് മുകളിലേക്കില്ല. അവൻ വന്നാൽ ഓടി രക്ഷപ്പെടാനുള്ള സൗകര്യം പോലും കിട്ടുകയില്ല. ആരും ഒന്നും പറഞ്ഞില്ല. മരത്തിന് മുകളിൽ കഴിയുന്നതിനേക്കാൾ കുറേ കൂടി സുരക്ഷിതം ടെൻറ്റിൽ തന്നെ കഴിയുന്നതാണെന്ന് മിക്കവർക്കും തോന്നി. ഓടി രക്ഷപ്പെടാനെങ്കിലും സാധിക്കുമല്ലോ. ഓരോരുത്തരും മുകളിൽ കയറി ചെന്ന് അവരവരുടെ കിടപ്പ് സാമഗ്രികൾ എടുത്തു കൊണ്ടുവന്നു. അവശേഷിക്കുന്ന 8 പേരിൽ 2 പേർ വീതം കാവൽ തുടരുമെന്ന് ഷാൻപിയർ പറഞ്ഞു. ഞാൻ കാവലിനില്ല. എനിക്ക് രാത്രിയിൽ സുഖമായി ഉറങ്ങാം, ക്രിസ്റ്റഫർ പറഞ്ഞു. ക്രിസ്റ്റഫറിനെ ഒഴിവാക്കി മറ്റുള്ളവർ കാവൽ തുടരാൻ തീരുമാനിച്ചു. കൂടാതെ 2-3 ദിവസത്തിനകം രാത്രി തങ്ങാൻ പറ്റുന്ന ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണമെന്നും തീരുമാനമായി. ഇനി ഒരു ഷെൽട്ടറിലേക്ക് ഞാനില്ല, ഭാര്യ പറഞ്ഞു. ഞാനൊരു ചങ്ങാടമുണ്ടാക്കി തനിയെ കടലിലേക്ക് പോവുകയാണ്. മുങ്ങിച്ചാകാനും എനിക്ക് വിരോധമില്ല. ഭാര്യ തമാശ പറഞ്ഞതാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അടുത്ത ദിവസം മുതൽ അയാൾ ചങ്ങാടത്തിനുള്ള പണി ആരംഭിക്കുകയും ചെയ്തു. അയാൾ തനിയെ മരം മുറിച്ചിട്ടു. ഷാൻപിയർ പറഞ്ഞു, ഭാര്യ വെറുതെ വിഡ്ഢിവേഷം കിട്ടുകയാണ്. 2-4 തടികൾ കൂട്ടിക്കെട്ടി ഡെത്ത് കറൻറ്റിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ ഭേദം പാറക്കൂട്ടത്തിന് മുകളിൽ നിന്നും കടലിലേക്ക് ചാടിപ്പോകുന്നത് തന്നെയാണ്. ഈ ദ്വീപിൽ
ആ ചെകുത്താന് ഭക്ഷണമാകാതിരിക്കാൻ ആത്മഹത്യയല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം നിങ്ങൾ കാണിച്ചു തരുമോ? ഷാൻ പിയർ മൗനം അവലംബിച്ചു. ഞാനൊരു കൊച്ചു ചങ്ങാടത്തിൽ കയറി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചാൽ മതി. ദ്വീപിലാണെങ്കിൽ ജീവിതം കുറേ കൂടി നീട്ടിക്കൊണ്ടു പോകാം, രക്ഷപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ജീവിതം നീട്ടിക്കൊണ്ടു പോകാനായിരുന്നില്ലല്ലോ റാൾഫ്. അയാൾക്ക് ആരെക്കാളും പ്രതീക്ഷയുണ്ടായിരുന്നില്ലേ? ഭാര്യയെ അടക്കി നിർത്താൻ കഴിയില്ലെന്ന് ഷാൻ പിയർ മനസ്സിലായി. കടലിലേക്ക് പോകാനുള്ള തീരുമാനമായി ഭാര്യ മുന്നോട്ട് പോയി. ഷാൻ പിയറും ക്രഫോർഡും പുതിയ ഷെൽട്ടർ കണ്ടുപിടിക്കുന്നതിനേക്കുള്ള ശ്രദ്ധ തിരിച്ചു. ഉച്ചതിരിഞ്ഞ് ക്രഫോർഡ് തോക്കുമെടുത്ത് കാട്ടിലേക്കിറങ്ങി. കൂടെ ജൂലിയനും പോയി. ക്രഫോർഡിന് സന്തോഷമായിരുന്നു. സായാഹ്നത്തിൽ കുന്നിൻ ചെരുവിലിരുന്ന് വിശ്രമിച്ചപ്പോൾ ക്രഫോർഡ് അവളോട് പറഞ്ഞു, റാൾഫിൻ്റെ മരണം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അവനെ നശിപ്പിച്ചിട്ടല്ലാതെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ജൂലിയൻ ചോദിച്ചു. അങ്ങനെ പ്രതീക്ഷിച്ചുകൂടാ. നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും, അവനെ നശിപ്പിച്ചാലും ഇല്ലെങ്കിലും. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ക്രഫോർഡ് പറഞ്ഞു. ക്രഫോർഡിൻ്റെ ദേഹത്തേക്ക് അവൾ ചാരിയിരുന്നു. സാൻ ഫ്രാൻസിസ്കോവിൽ ഞാൻ ആരായിരുന്നുവെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നടുക്കം തോന്നുന്നു. അന്നും യഥാർത്ഥ ജീവിതമായി എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ദൈവം എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. വേദനിക്കുന്ന ആത്മാവുകളും കരയുന്ന ശിശുക്കളും എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കണ്ടില്ല. എന്തൊരു അഹങ്കാരമായിരുന്നു എനിക്ക്. തീരെ വിലയില്ലാത്ത ചപ്പു ചവറുകളെപ്പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ പിച്ചിച്ചീന്തി പല കുപ്പത്തൊട്ടികളിലായി എറിഞ്ഞു കളഞ്ഞു. നിന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ദ്വീപിൽ വന്ന എല്ലാവരും സംബന്ധിച്ചും അത് ശരിയാണ്, ക്രഫോർഡ് പറഞ്ഞു. എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല കാമുകിയെപ്പോലെ, ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയെപ്പോലെ, ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയെപ്പോലെ ഞാൻ ജീവിക്കും. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കൊതിച്ചു പോകുന്നു. ക്രഫോർഡ് അവളുടെ ശിരസ് തോളിലേക്ക് ചേർത്ത് പിടിച്ചു. പതുക്കെ തലോടി. ജൂലിയൻ 2 നിമിഷം കണ്ണടച്ച് അയാളിൽ മുഖമയർത്തിയിരുന്നു. മന്ത്രിക്കുന്നത് പോലെ അയാൾ പറഞ്ഞു, മുമ്പ് പലർക്കു വേണ്ടിയാണ് ജീവിച്ചിട്ടുള്ളത്, പല ലക്ഷ്യങ്ങളോടെ. ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഒരേ ഒരാൾക്ക് വേണ്ടി ജീവിക്കുക. പക്ഷേ അങ്ങനെ ജീവിക്കാൻ എൻ്റെ മുമ്പിൽ ജീവിതമില്ല. ജൂലിയൻ്റെ ശബ്ദം പതറി. ക്രഫോർഡ് മന്ത്രിച്ചു. ഞാൻ ആരായിരുന്നു? വിസ്മയം കലർന്ന പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു. പാറ പോലെ ഉറച്ച അഹങ്കാരം, പൗരുഷത്തിൻ്റെ ധിക്കാരം. ഞാനതുകൊണ്ട് എനിക്ക് ചുറ്റും ഒരു കോട്ട കെട്ടി. അതിന്മേ തൊടാൻ പോലും ഞാൻ ആരെയും അനുവദിച്ചില്ല. സ്നേഹത്തോടെയോ ദേഷ്യത്തോടെയോ ശത്രുതയോടെയോ അനുവദിച്ചില്ല. ഇപ്പോൾ ആ കോട്ടയില്ല. സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ മൃദുവായ മിടിപ്പുകൾ അതിൽ അടിച്ചു തകർത്തു കളഞ്ഞു. എൻ്റെ മനസ്സിലേക്ക് കോടാനുകോടി രശ്മികൾ അടിച്ചു കയറി. ഞാൻ സ്വയം പ്രകാശിച്ചു തുടങ്ങിയതുപോലെ ഞാനൊരു സൂര്യനായി. ആരുടെയോ? ജൂലിയൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അയാളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ച് അവൾ ഏതാനും നിമിഷം അങ്ങനെ നിന്നു. രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിരുന്നു. വിൽബർട്ട് വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് പുറത്തേക്കെറിഞ്ഞ ശേഷം ബ്ലാങ്കറ്റിൻ്റെ കീഴിൽ ചുരുണ്ടുകൂടി. റാൾഫിൻ്റെ മരണശേഷം അയാൾ കൂടാരത്തിൽ തനിച്ചായിരുന്നു. വിൽബർട്ടിന് ഉറക്കം വന്നില്ല. കൂടാരത്തിലും ഇരുട്ടാണ്. വെളിയിൽ മരംകൂട്ടങ്ങളെ കാറ്റുലയ്ക്കുന്ന ശബ്ദം, കടലിൻ്റെ ആരവം. റാൾഫ് ഉപയോഗിച്ചിരുന്ന കിടക്കയിൽ പെരുമാറ്റ ശബ്ദം കേൾക്കുന്നത് പോലെ വിൽബർട്ടിന് തോന്നി. അയാൾ അതീവ ശ്രദ്ധയോടെ, അതിനിട്ട് ഭീതിയോടെ കാതോർത്തു. വസ്ത്രങ്ങൾ ഉലയുന്ന ശബ്ദം, കിടക്ക ഞെരിയുന്ന ശബ്ദം, പുതയ്ക്കുന്ന ശബ്ദം പോലും. അസ്പഷ്ടമായ മന്ത്രണം. ഞാനിതിനെ അതിജീവിക്കും. നായ ഓരിയിടുന്നത് പോലെയുള്ള അലർച്ചയും ശബ്ദവും കേട്ട് സകലരും ഞെട്ടിയുണ്ടെന്നു. പുറത്തു ചാടി. ബ്ലാക്ക് ഡീമൺ ആക്രമിക്കാനെത്തിയതെന്ന് കരുതി അർണോൾഡും ഭാര്യയും അല്പദൂരം ഓടുകയും ചെയ്തു. ഷാൻ പിയറും 4 പാടും ടോർച്ച് തെളിച്ചു നോക്കി. കൂടാരത്തിന് പുറത്ത് കിലുകിലെ വിറച്ചു നിൽക്കുന്ന വിൽബർട്ടിനെയാണ് കണ്ടത്. എന്തുപറ്റി ഷാൻ പിയർ? റാൾഫ് കൂടാരത്തിൽ കിടക്കയിൽ. അയാൾ വല്ലവിധേനയും വിക്കി പറഞ്ഞു. അധ്യായം 24. റാൾഫിൻ്റെ കൂടാരത്തിനുള്ളിൽ അയാളുടെ കിടക്കയിൽ കണ്ടുവെന്ന് വിൽബർട്ട് പറഞ്ഞു. ഒടിഞ്ഞു നുറുങ്ങി രക്താഭിഷിക്തമായ ശരീരത്തോടെ റാൾഫ് കിടക്കയിലിരിക്കുകയായിരുന്നെന്ന്. അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചോരയൊലിച്ചിരിക്കുന്നെന്ന്. കൂടുതലൊന്നും പറയാൻ വിൽബർട്ടിന് കഴിഞ്ഞില്ല. അയാൾ തറയിൽ കുഴഞ്ഞു വീണു. ഓടിപ്പോയ അർണോൾഡും ഭാര്യയും കുഴപ്പമില്ലെന്ന് കണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു. എല്ലാവരും കൂടി റാൾഫും വിൽബർട്ടും താമസിച്ചിരുന്ന ടെൻറ്റിൽ ചെന്നു. ഷാൻ പിയർ റാൾഫിൻ്റെ കിടക്കയിലേക്ക് ടോർച്ച് തെളിച്ചു. കിടക്ക ശൂന്യം. കിടക്കയിൽ ആരെങ്കിലും ഇരുന്നതിൻ്റെ അടയാളമൊന്നുമില്ല. അർണോൾഡും ഭാര്യയും കൂടി വിൽബർട്ടിനെ താങ്ങിയെടുത്ത് അവരുടെ ടെൻറ്റിൽ കൊണ്ടുവന്ന് കിടത്തി. അയാളുടെ മുഖത്ത്
തണുത്ത വെള്ളം തെളിച്ചു. വിൽബർട്ട് കണ്ണു തുറന്നു. അയാൾ പേടിയോടെ അവരെല്ലാം മാറി മാറി നോക്കി. ചോര വാർന്നു പോയ പോലെ വിളറി വെളുത്ത മുഖം. ആശ്വാസം കണ്ടു തന്നെ കുറച്ച്. നിനക്കെന്തു പറ്റി വിൽബർട്ട്? നീ വല്ല പോക്കിനാവും കണ്ടത്? എന്തൊരു വിഡ്ഢിത്തമാണ് നീ പറഞ്ഞത്? ഷാൻപിയർ ചോദിച്ചു. പോക്കിനാവല്ല, സത്യം. ഞാൻ ഉറങ്ങിയതേയില്ല. ആദ്യം റാൾഫിൻ്റെ കിടക്കയിൽ ഒരു പെരുമാറ്റ ശബ്ദം കേട്ടു. പിന്നെ അയാൾ സംസാരിക്കുന്നത് കേട്ടു. അയാൾ പറഞ്ഞ പദങ്ങൾ പോലും ഞാൻ ഓർക്കുന്നു. ഒടുവിൽ ഞാൻ അയാളെ കാണുകയും ചെയ്തു. പറയുമ്പോൾ തന്നെ ഭയാധിക്യം കൊണ്ട് വിൽബർട്ടിൻ്റെ കവിളും കണ്ണുകളും വീർത്തു വന്നു. രാവിലെ വിൽബർട്ടിന് കലശായി പനിയുള്ളതായി കണ്ടു. അയാൾ ഞരങ്ങുകയും മൂളുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പേടിച്ചതുകൊണ്ടുള്ള പനിയാണ്, മരുന്നില്ല, ക്രഫോർഡ് പറഞ്ഞു. 3 ദിവസം തുടർച്ചയായി വിൽബർട്ടിന് പനിച്ചു. 4-ാം ദിവസം മുതൽ പനിയിൽ കുറവ് കണ്ടു തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും രോഗമുക്തനാവുകയും ചെയ്തു. വിൽബർട്ട് റാൾഫിനെ ടെൻറ്റിൽ കണ്ടുവെന്ന് പറഞ്ഞതിന് ശേഷം ആ ടെൻറ്റ് ഉപയോഗിക്കാൻ ആരും കൂട്ടാക്കിയില്ല. അതിനുള്ളിൽ പ്രേതബാധയുണ്ടെന്നൊരു വിശ്വാസം ക്യാമ്പിൽ വ്യാപിച്ചു. ഒരു ദിവസം ഇതിനെക്കുറിച്ച് വലിയ വാഗ്വാദമുണ്ടായി. ഒരു രാത്രിയെങ്കിലും ആ ടെൻറ്റിൽ കഴിച്ചുകൂട്ടാമോ എന്ന് ഭാര്യയെ വെല്ലുവിളിച്ച് ഷാൻപിയർ അത് സ്വീകരിച്ചു. അന്നു രാത്രി ഷാൻപിയർ പ്രേതബാധയുള്ള ടെൻറ്റിൽ ചെന്ന് കിടന്നു. കരോൾ അയാളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ വിഫലമായി. എന്താണ് സംഭവിക്കുന്നതറിയാൻ മറ്റു കൂടാരങ്ങളിലുള്ളവർ ഉണർന്നു കിടക്കുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഭീതി നിറഞ്ഞ വിളിയൊച്ച പതിഞ്ഞു കേട്ടു. ക്രഫോർഡ് വാതിൽമറ മാറ്റി ഷാൻപിയർ കൂടാരത്തിലേക്ക് വന്നു. അയാളുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. എന്തു പറ്റി ഷാൻപിയർ? ക്രഫോർഡ് വിളക്കു കൊളുത്തി. ഷാൻപിയർ ഒന്നും മിണ്ടാതെ അയാളുടെ കിടക്കിൽ ചെന്ന് കിടന്നു. ക്രഫോർഡ് കുറേ നേരം അയാളെ തന്നെ നോക്കിയിരുന്നു. ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. ഷാൻപിയർ ഒന്നും പറഞ്ഞുമില്ല. ക്രഫോർഡ് വിളക്കണച്ചു കിടന്നു. അടുത്ത ദിവസം ക്രിസ്റ്റഫർ വെല്ലുവിളി മുഴക്കി. ഒരു കുപ്പി മദ്യം വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ റാൾഫിൻ്റെ ടെൻറ്റിൽ സന്ധ്യ മുതൽ പ്രഭാതം വരെ കിടന്നുറങ്ങാം. അർണോൾഡ് പന്തയം പിടിച്ചു. ക്രിസ്റ്റഫറിനെ വെല്ലുവിളിച്ചു. ഇന്നത്തെ രാത്രി കഴിച്ചു കൂട്ടുന്നതിനാണ് അർണോൾഡ് പന്തയം പിടിച്ചിരിക്കുന്നത്. നാളത്തെ രാത്രിയും ഒരു കുപ്പി മദ്യമതും ആരെങ്കിലും പന്തയമുണ്ടോ? ആർക്കും പന്തയം വിളിക്കാം. ആരും തയ്യാറായില്ല. ക്രിസ്റ്റഫറിനോട് പന്തയം വെച്ചാൽ നഷ്ടമേ വരൂ എന്ന് അയാൾക്ക് തോന്നി. എന്തായാലും അന്ന് രാത്രി മുഴുവൻ ക്രിസ്റ്റഫർ റാൾഫിൻ്റെ ടെൻറ്റിൽ കുഴിഞ്ഞുകൂടി. പ്രഭാതമായപ്പോൾ ഭാര്യ വെറുത്തു. അവൻ തന്നെ അസ്സലൊരു ചെകുത്താനാണ്. ക്രിസ്റ്റഫർ പന്തയം ജയിച്ചു. ഒരു കുപ്പി മദ്യം ലാഭം. അന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ റാൾഫിൻ്റെ കൂടാരം പൊളിച്ചു കളഞ്ഞു. റാൾഫിൻ്റെ വകയായി ഉണ്ടായിരുന്ന കിടക്കയും സാധനങ്ങളും അയാൾ ചുമന്നുകൊണ്ടുപോയി കടലിലെറിഞ്ഞു. ക്രിസ്റ്റഫറിൻ്റെ അസാധാരണമായ പ്രവൃത്തി മറ്റുള്ളവരെ അന്താളിപ്പിച്ചു. ഷാൻപിയറും ക്രഫോർഡും കാരണം ചോദിച്ചുവെന്നെങ്കിലും ക്രിസ്റ്റഫർ മറുപടിയൊന്നും പറഞ്ഞില്ല. അതങ്ങനെ അവസാനിച്ചു. ഭാര്യ ഈ ദിവസങ്ങൾക്കുള്ളിൽ ശരിക്കും പണിയെടുത്ത് തൻ്റെ കടൽ യാത്രയ്ക്കുള്ള ഒരുക്കം ഏറെക്കുറെ പൂർത്തിയാക്കിയിരുന്നു. പോകാനുള്ള അയാളുടെ തീരുമാനത്തിലും യാതൊരു ഇളക്കവും ഉണ്ടായിരുന്നില്ല. ക്രഫോർഡും ഷാൻപിയറും ഉപദേശിച്ചതെല്ലാം വിഫലമായി. കടലിൽ നിന്നും മീൻ പിടിച്ചുണക്കി അയാൾ ടിന്നുകളിൽ അടച്ചു സൂക്ഷിച്ചു. അങ്ങനെ 1 മാസത്തേക്കുള്ള ഭക്ഷണവും കരുതി. 2 വലിയ പ്ലാസ്റ്റിക് ക്യാനുകളിൽ ശുദ്ധജലം കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. ഒരു സ്റ്റൗ, ഏതാനും പാത്രങ്ങൾ, കുറച്ചെണ്ണ എന്നിവയും അയാൾ കരുതിയിരുന്നു. 1 മാസത്തെ കടൽ യാത്രയ്ക്കുള്ള സാധനങ്ങളാണ് അയാൾ സംഭരിച്ചു കൂട്ടിയത്. 2 നിരയായി 4 തടികൾ വീതം കൂട്ടിക്കെട്ടിയ ചങ്ങാടമാണ് അയാളുടെ സങ്കല്പത്തിലുണ്ടായിരുന്നത്. പക്ഷേ തടി മുറിച്ചിട്ടാൽ ബ്ലാക്ക് ഡീമൺ അതിൽ കടൽ തള്ളും. അതുകൊണ്ട് മറ്റു പണികളെല്ലാം അയാൾ പൂർത്തിയാക്കി വെച്ചു. ഇനി തടികൾ മുറിച്ച് ഒറ്റ ദിവസം കൊണ്ട് ചങ്ങാടം കെട്ടണം. അന്ന് തന്നെ യാത്ര തിരിക്കുകയും ചെയ്യണം. ചങ്ങാടമുണ്ടാക്കാൻ സഹകരിക്കണമെന്ന് അയാൾ മറ്റുള്ളവരോട് അഭ്യർത്ഥിച്ചു. സഹകരിക്കാമെന്ന് അവർ വാഗ്ദാനം നൽകി. പൗർണമി ദിവസം വരെ ഭാര്യ കാത്തിരുന്നു. അന്ന് അതിരാവിലെ എല്ലാവരും കടൽക്കരയിൽ വന്ന് ചങ്ങാടം കെട്ടാനുള്ള പണി തുടങ്ങി. എല്ലാവരും ശരിക്കും അധ്വാനിച്ചു. ഭാര്യ വെട്ടിയിരുന്ന മരങ്ങൾ തുല്യ നീളമുള്ള 8 കഷ്ണങ്ങളാക്കി മുറിച്ച് അവ 2 നിരയാക്കി കാട്ടുവള്ളികൾ കൊണ്ട് കൂട്ടി വരിഞ്ഞു കെട്ടി. വള്ളികൾ പാകിയെടുക്കി കെട്ടുകയും അതിനു പുറമെ ഇരുമ്പു ചട്ടകളും ചുറ്റുമിട്ട് കമ്പിയടിച്ചുറപ്പിക്കുകയും ഒരു ക്യാൻവാസ് ടെൻറ്റ് പൊളിച്ച് ക്യാൻവാസും ധാന്യവും മാവും കൊണ്ടുവന്ന് ചാക്കുകളെല്ലാം ഉപയോഗിച്ച് പായ കെട്ടി. എല്ലാവരും കൂടി ചങ്ങാടം കെട്ടിവലിച്ച് കടലിലിറക്കി നോക്കി. 5.5 അടിയോളം വീതിയും 10 അടിയോളം നീളവുമുള്ള ഒരു ചങ്ങാടം. വെള്ളത്തിൽ നിന്നും 1 അടിയോളം മേൽപോട്ടത്ത് പൊന്തി നിന്നു. എല്ലാ വശവും ശരിക്കും ബാലൻസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവസാന മിനുക്കുവളികളും നടത്തി സാധനങ്ങളെല്ലാം ചങ്ങാടത്തിൽ കയറ്റി ഭദ്രമായി സ്ഥലങ്ങളിൽ വെച്ചു. ചങ്ങാടം 2 ഭാഗമായി തിരിച്ചിരുന്നു. ഒരിടത്ത് ഭക്ഷണ സാധനങ്ങളും മറ്റും സൂക്ഷിച്ചും
തിരയടിച്ച് കയറി നനയാത്ത വിധം അവിടെ സുരക്ഷിതമാക്കി. വൈകുന്നേരത്തോടെ പണികളെല്ലാം തീർന്നു. ടെൻറ്റിന് മുന്നിൽ പുൽത്തകടിയിൽ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. സന്ധ്യയോടെ അവർ കടൽക്കരയിലെത്തി. നിലാവുദിച്ചു. ഭാര്യ എല്ലാവരോടും യാത്ര ചോദിച്ചു. രണ്ടും കൽപ്പിച്ച് ഞാൻ കടലിലേക്ക് ഇറങ്ങിയാണ്. ഒന്നുകിൽ ജീവിതം, അല്ലെങ്കിൽ മരണം. അത്രയും ചെറിയൊരു ചങ്ങാടത്തിൽ അയാൾ ഡെപ്ത് കറൻറ്റിനെ തരണം ചെയ്യുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലിപ്പോൾ അയാളുടെ ആത്മവിശ്വാസവും ധൈര്യവും തരക്കേടില്ലാത്ത ചങ്ങാടവും കണ്ടപ്പോൾ അവർക്കും തോന്നി അയാൾക്കും ഒരു പക്ഷേ അമേരിക്കയിലെത്തിയേക്കാമെന്ന്. കരോളും ജൂലിയനും അർണോൾഡും വിൽബർട്ടും നീണ്ട കത്തുകൾ അയാളെ ഏൽപ്പിച്ചു. അമേരിക്കയിലെത്തിയാൽ തങ്ങളുടെ ബന്ധുക്കളെ ഏൽപ്പിക്കാൻ. അമേരിക്കയിൽ ചെല്ലുമ്പോൾ പറയുക, ഞാൻ യാത്ര പുറപ്പെടുന്നതുവരെ അവരെല്ലാം ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് വിൽബർട്ട് പറഞ്ഞു. പുറപ്പെടുന്നതിന് മുമ്പ് ഭാര്യ എല്ലാവരെയും കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. ഒരുപക്ഷെ നമ്മളൊരിക്കലും ഇനി കണ്ടുമുട്ടിയെന്ന് പറഞ്ഞ ഭാര്യ പറഞ്ഞു. ലൈസയും ജൂലിയനും കണ്ണു തുടച്ചു. ചങ്ങാടത്തിൽ കയറും മുമ്പ് ഭാര്യ എല്ലാവരോടുമായി ചോദിച്ചു, ഒരാൾക്ക് കൂടി ചങ്ങാടത്തിലിടമുണ്ട്? എൻ്റെ കൂടെ കടലിൽ മുങ്ങിച്ചാകാൻ ഭയമില്ലാത്ത ആരെങ്കിലുമുണ്ടോ? ആരും അനങ്ങിയില്ല. അയാൾ ചങ്ങാടത്തിൽ കയറി. പുരുഷന്മാരെല്ലാവരും വെള്ളത്തിലിറങ്ങി ചങ്ങാടത്തെ ആഴമുള്ളിടത്തേക്ക് തള്ളിവിട്ടു. ആ കത്തുകളുടെ കാര്യം മറക്കരുതേ, ജൂലിയൻ വിളിച്ചു പറഞ്ഞു. വേലിയ ഇറക്കമായാലേ പുറംകടലിലേക്ക് ഒഴുക്കുണ്ടാവും. അതിന് 2 മണിക്കൂറെങ്കിലും കഴിയണം. കരയിൽ നിന്നും 200 വാരയോളം അകലെ കടലിൽ പൊന്തി നിന്നിരുന്ന പാറക്കൂട്ടങ്ങളുടെ വലതുവശത്തേക്ക് ഭാര്യയുടെ ചങ്ങാടം തുഴഞ്ഞു നീങ്ങി. വേലിയിറക്കമാകിയാൽ അവിടെ നിന്നും ആഴക്കടലിലേക്ക് ശരിയായ ഒഴുക്കുണ്ടാവും. പിന്നെയെല്ലാം എളുപ്പമാവും. ഭാര്യ കൂടെ കരയിലേക്ക് നോക്കി കൈവീശി. അയാളെ യാത്ര അയക്കാൻ കരയിൽ നിന്നവരും കൈവീശി. യാത്രാമംഗളങ്ങൾ നേർന്നു. അയാൾ ക്രമേണ അകന്നകന്നു പോയി. വെള്ളി ഉരുക്കി ഒഴിച്ച പോലെ നിലാവിൽ കടൽ തിളങ്ങുന്നു. കരയിലേക്ക് വീശുന്ന നേർത്ത കാറ്റ്. ഷാൻപിയറും സംഘവും ഭാര്യയുടെ ചങ്ങാടം ഉത്കണ്ഠയോടെ നോക്കി നിന്നു. ക്രിസ്റ്റഫറാണ് ആദ്യം കണ്ടുപിടിച്ചത്. കടലിൽ പൊന്തി നിൽക്കുന്ന പാറക്കെട്ടുകളിലേക്ക് വമ്പം സ്രാവിനെ പോലെ എന്തോ ഒന്ന് ഒഴുകിപ്പോന്നു. ക്രിസ്റ്റഫർ അത് ഷാൻപിയറിന് കാട്ടിക്കൊടുത്തു. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണാവൂ. പാറക്കെട്ടിന് ചൂട്ടിൽ വെള്ളത്തിൻ്റെ ഇളക്കം അവസാനിച്ചു. ചക്രവാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കരിമ്പാറക്കെട്ടുകൾ ആശങ്കയോടെ നോക്കി നിൽക്കെ ചക്രവാളത്തിലേക്ക് ഒരു വലിയ തല ഉയരുന്നു കണ്ടു. പുറത്ത് കഴുത്ത്, ഉടൽ. അവൻ ബ്ലാക്ക് ഡീമനാണ്. അർണോൾഡ് പേടിയോടെ പിറുവിറുത്തു. ദൈവമേ, ഭാര്യ ലൈസ പേടിച്ച് കരയുമെന്നായി. ചക്രവാള ശകലത്തെ മറച്ചുകൊണ്ട് ഇരുണ്ട ഭീമാകാരമായ ഒരു രൂപം കാലുകൾ അകറ്റി നിന്ന് ഭാര്യയുടെ ചങ്ങാടത്തെ നിരീക്ഷിക്കുന്നത് വ്യക്തമായിരുന്നു. ഭാര്യ ക്രഫോർഡ് അത്യുച്ചത്തിൽ അലറി. ഭാര്യ അത് കേട്ടില്ല. ചങ്ങാടം നിയന്ത്രിക്കുന്നതിനാണ് ശ്രദ്ധ മുഴുവൻ. ഭാര്യ തിരിച്ചു വരൂ. കരയിൽ നിന്നും എല്ലാവരും ഒന്നിച്ചു നിലവിളിച്ചു. ശബ്ദം കേട്ട് ഭാര്യ തിരിഞ്ഞു. ഷാൻപിയർ പാറക്കെട്ടുകളുടെ നേർക്ക് കൈ ചൂണ്ടി. ബ്ലാക്ക് ഡീമൺ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഭാര്യ അത് കണ്ടത്. നെഞ്ചിലൊരു ഇടിമിന്നൽ. അയാൾ നടുങ്ങിത്തെറിച്ച് നിശ്ചലനായി നിന്നു. പെട്ടെന്ന് തന്നെ അയാൾ സമചിത്തത കൈവരിച്ച് ചങ്ങാടം നേരെ കരയിലേക്ക് തിരിച്ചുവിട്ടു. ബ്ലാക്ക് ഡീമൺ പാറക്കെട്ടിൽ നിന്നും കരയിലേക്ക് കുതിച്ചു ചാടി. അവൻ ഭാര്യയെ പിന്തുടർന്ന് നീന്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ നോവലിൻ്റെ അടുത്ത അധ്യായത്തിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. നാളെ വീണ്ടും ഇതിൻ്റെ അടുത്ത അധ്യായമായി വീണ്ടും എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.